മലേഗാവ് സ്ഫോടന കേസിൽ ബിജെപി മുൻ എം പി പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും മുംബൈയിലെ NIA കോടതി വെറുതെ വിട്ടു. സംശയം കൊണ്ട് മാത്രം ആരെയും ശിക്ഷിക്കാനാകില്ലെന്ന് പ്രത്യേക കോടതി ജഡ്ജി AK ലഹോട്ടി ഉത്തരവിൽ വ്യക്തമാക്കി. കേസിലെ പ്രതികളുടെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചവരെ കണ്ടെത്തുന്നതിന് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. 2008 സെപ്റ്റംബർ 29-ന് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മലേഗാവ് മുസ്ലിം പള്ളിക്ക് സമീപത്താണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആദ്യം മഹാരാഷ്ട്ര ATSഉം പിന്നീട് NIAയും അന്വേഷിച്ച കേസിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറും ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതും അടക്കം 7 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. സ്ഫോടക വസ്തുക്കൾ വച്ചിരുന്ന ബൈക്ക് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണെന്നായിരുന്നു NIAയുടെ കേസ്. എന്നാൽ ബൈക്ക് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണെന്ന് സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതി വ്യക്തമാക്കി. സ്ഫോടക വസ്തുക്കൾ ആരാണ് വച്ചതെന്നതിനെ സംബന്ധിച്ചും NIAയ്ക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നും NIA കോടതി ജഡ്ജി ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതിയായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതിൻ്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല എന്നും NIA കോടതി ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതിയായ സുധാകർ ചതുർവേദിയുടെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ സ്ഫോടക വസ്തുക്കൾ ആരാണ് അവിടെ കൊണ്ടുവച്ചതെന്നതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുവാൻ NIA കോടതി ഉത്തരവിട്ടു. മഹാരാഷ്ട്ര ATSനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് മുംബൈ NIA കോടതി നൽകിയിരിക്കുന്നത്. 11 കൊല്ലമായി ഇതൊന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ജീവന് പോലും ഭീഷണിയായിട്ട് ഞാൻ ജീവിക്കുന്നത്. അപ്പോഴും തന്നെ ഞാനിത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അസിമാനന്ദൻ്റെ ഇതിൽ ഒരു പ്രതിയായിട്ടുള്ള അസിമാനന്ദൻ്റെ കുടുംബക്കാരായിട്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ കുടുംബക്കാരായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഈ ഗവൺമെന്റ് ഒന്ന് മാറി വരട്ടെ, ഞങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കേസിൽ ആരെങ്കിലും സംശയത്തിന്റെ പേരിൽ ശിക്ഷിക്കാൻ കഴിയില്ല എന്നും NIA കോടതി ജഡ്ജി SK ലഹോട്ടി പറഞ്ഞു. പ്രതികളെ ശിക്ഷിക്കണമെങ്കിൽ ശക്തമായ തെളിവ് ആവശ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേസിൽ കുടുക്കി തന്റെ ജീവിതം അന്വേഷണ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചുവെന്ന് പ്രഗ്യാ സിംഗ് ഠാക്കൂർ വിധി പ്രസ്താവിച്ച ജഡ്ജിയോട് പറഞ്ഞു. സന്യാസി ആയതുകൊണ്ട് മാത്രമാണ് താൻ ജീവിച്ചിരിക്കുന്നതെന്നും പ്രഗ്യാ സിംഗ് ഠാക്കൂർ കോടതിയിൽ പറഞ്ഞു. അതേസമയം കേസിലെ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഇരകളുടെ ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. B ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.